അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. അങ്ങനെ പറഞ്ഞിട്ടല്ലേ മീലാദിന്റെ ദിവസം എത്തി. നമ്മൾ ഇന്നത്തെ സ്റ്റാർസ് യോറല്ലേ. അപ്പൊ രാവിലെ ഞാൻ മദ്രസയിലെത്തുമ്പോൾ അല്ലേ യോറെല്ലാം ഒന്ന് മീലാദി വിഷാക്കി. യോർ രാവിലെ തന്നെ അല്ലേ സന്തോഷ എക്സൈറ്റ്മെന്റാ ടെൻഷനാ എന്തെന്നറിയാത്തൊരു ഫീലിംഗ് ആണ് എല്ലാവർക്കും ഉള്ളത്. നമുക്കും അങ്ങനെ പെരുന്നാളിന്റെ ചിലപ്പോൾ നമ്മൾ മീലാദായിരിക്കും ഏറ്റവും അധികം ആഘോഷിക്കുന്നത്. അത് ചിലപ്പോൾ നമ്മൾ പിള്ളമാർക്ക് മാത്രമല്ല നമ്മുടെ നാട്ടിലെ മുതിർന്നവരായെങ്കിലേ നല്ല എക്സൈറ്റ്മെന്റും സന്തോഷത്തിലും തന്നെ രാവിലെ തന്നെ കാണുന്നത്. പിന്നെ ഉസ്താമാർ ആവേശം അത് പിന്നെ പറയണ്ടല്ലോ. അങ്ങനെയല്ലേ ഞങ്ങളെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഷാഫി പുള്ള പോലെ കറക്റ്റ് 8 മണിയാകുമ്പോൾ തന്നെ ഞങ്ങളെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടത്തി. ഇന്നത്തെ പരിപാടിയിലെ പല ആൾക്കാരും പല രീതിയിലായിരിക്കും ആഘോഷിക്കുന്നത്. അത് ചിലപ്പോൾ കുട്ടികൾക്കല്ലേ ഈ കിട്ടുന്ന സ്വീറ്റ്സും സമ്മാനങ്ങളും അതെല്ലായിരിക്കും ഓരോ സന്തോഷം. കുറെ ആൾക്കാരല്ല അതെ നബിനോടുള്ള ഇഷ്ടം കാണിക്കാനായിട്ട് അത് മധുരമായിട്ടും അത് പലഹാരങ്ങളായിട്ടും അല്ലേ കൊടുത്തിട്ട് ആ ഒരു സന്തോഷം ഉണ്ടാവും. പിന്നെ നമ്മൾ കാണുന്നില്ലേ നമ്മളെ പ്രവാസികൾ ഓരെന്ത് മിസ്സാക്കിയല്ലേ കഴിഞ്ഞ റബിലോ എന്നെ നാട്ടിലേക്ക് എത്താൻ നോക്കും. നമ്മളെ മാലിലത്തല്ലേ ഓരോ പേരിന്റെ പുറത്തും ഇങ്ങനെ എന്തെങ്കിലും മധുരം കൊടുക്കുന്ന തിരക്കിലായിരിക്കും എല്ലാവരും ഉള്ളത്. നമ്മളെ മാക്സിമം ഒന്നും മിസ്സാക്കാത്ത മെയിൻ കോണ്ടുണ്ട്. ഓരോ വർഷമല്ലേ ഈ കൊടുക്കുന്നതല്ലേ വെറൈറ്റി ആയിക്കോ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതിന് ബ്രോസ്റ്റഡ് ഉണ്ട്, ഡോണറ്റ്സ് ഉണ്ട്, പിന്നെ എല്ലാം മിക്സ് ആയതുണ്ട്. അങ്ങനെ എന്തെല്ലാം വ്യത്യസ്തമായ സംഭവങ്ങൾ ഇതിന്റെ ഇടയിൽ ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം കണ്ടിട്ടല്ലേ നിങ്ങൾ എന്നെ വിചാരിച്ചു നോക്ക് ഇങ്ങനെയുള്ള പരിപാടിയല്ലോ അല്ലേ നമ്മൾ സാഹോദര്യവും സ്നേഹവും നമ്മുടെ നാട്ടിനയക്കും എല്ലാം കൂട്ടുന്നതല്ലേ. അപ്പൊ ഈ നില എതിർ നിൽക്കുന്ന കുറെ ആൾക്കാർ ഉണ്ടാവാറുണ്ട്. അപ്പൊ അവരെ പറ്റിയിട്ട് നമുക്കൊന്നും പറയാനില്ല. നമ്മുടെ ക്ലബിന് സൈഡാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തേക്ക് നമുക്കല്ലേ നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കലും കുറച്ച് റെസ്റ്റ് എടുക്കാനുണ്ട്. കാരണം ഇനിയുള്ള ജാത കുറച്ച് നീണ്ടതാണ്. എന്തായാലും ലീവെല്ലാക്കി വന്നതല്ലേ. അപ്പൊ മാക്സിമം എൻജോയ് ആക്കാന്നാണ് ഈ ഓരോ തീരുമാനം. പിന്നെ ഡബിൾ സ്ട്രോങ്ങിൽ ഞാൻ ഇജാസും ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ നമ്മളെ തളങ്കരത്തെ എല്ലാ പണിയും എല്ലാ മദ്രസനും ജാഥ പോകുന്നത് നമ്മളെ മാലിക് ദിനാറിലേക്കാണ്. ലോകം പുനരായോരണമായി തോരാഫുവിൽ കരുണാഗമനം റഹ്മാനഹദിൻ റഹ്മത്തണവായി പാരിൽ ഓരോ കോണും വന്ന് സ്തുതി പാടി പാരിൽ നായകൻ രാജകീയ വരവായി.